അപ്പൊ അതിനകത്തൊരു ഒരു സ്ത്രീ അതാണ് ഞാൻ സ്ത്രീയാണ് പറഞ്ഞതേ. പറയുന്നത്. അത് ഓ സ്ത്രീയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ കപ്പലിൽ വെച്ചിട്ട് ആ അതെ സ്ത്രീയുടെ അതെ ശരീരത്തിൽ കൂടിയിട്ടാ പറയുന്നത്, അതെ അതെ നീ അവിടെ പോരുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരുത്തനാണ്, മനസ്സിലായില്ലേ? അപ്പൊ തന്നെ മനസ്സിലായി ഇതൊരു വ്യാജനാണെന്നേ. ദൈവം ഇറങ്ങി ഒന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ കേൾക്കുന്നില്ല. അയ്യോ, അതിന് നമ്മള് എന്താ പറയേണ്ടതെന്ന് വെച്ചാല്, ഏഹ്, പോളിന്റെതൊക്കെ നുണയല്ലേ. പോളിന്റെ വെളിപാട് എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കണ്ടു എന്ന് പറയുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്നെയല്ലേ കടപ്പുള്ളത്. അതായത് പോളിന്റെ 3 സാക്ഷ്യം നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ വിചാരിക്കും ഇത് 3 വ്യത്യസ്തമായിട്ടുള്ള സാക്ഷ്യമാണെന്ന് ചോദിച്ചാൽ അല്ല. അത് ലൂക്കാണ് എഴുതി വെക്കുന്നത്. ലൂക്ക് 3 തരത്തിൽ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് 3 വ്യത്യസ്ത വ്യക്തികളുടെ സാക്ഷ്യമാവുന്നില്ല. അതൊരൊറ്റ വ്യക്തി തന്നെ മൂന്ന് രീതിയിൽ എഴുതി വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ പിന്നെ അത് ഒരൊറ്റ വ്യക്തിയുടെ സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമം അനുസരിച്ച് തന്നെ നമുക്കത് തള്ളിക്കളയാം. അതുപോലെ പിന്നെ അത് മാത്രമല്ല, അതിനുള്ളിൽ ഒരു വ്യക്തി തന്നെയാണ് എഴുതിയിരിക്കുന്നത്, എന്നിട്ട് പോലും അതിൽ നിറയെ വൈരുദ്ധ്യമാണ്. അതായത് ഒരു സ്ഥലത്ത് പറഞ്ഞു ഞാൻ പ്രകാശം കണ്ടു, പിന്നെ ശബ്ദം കേട്ടില്ല എന്ന്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഞാൻ ശബ്ദം കേട്ടു പ്രകാശം കണ്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഒരു സ്ഥലത്ത് പറയാണ് ഞാൻ മാത്രമാണ് നിലത്ത് വീണത് എന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പറയാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് നിലത്ത് വീണു എന്ന്. അപ്പോ ഇവിടെ ഏതാണ് സത്യമായിട്ട് നമ്മൾ എടുക്കുന്നത്? ഇങ്ങനെയുള്ള അനേകം വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ പിന്നെ എന്താ പറയണ്ടേ ഈ പുസ്തകം എന്ന് പറയുന്നത്. പോളിന്റെതൊക്കെ നുണ കേട്ടാൽ നമ്മള് തല കറങ്ങി താഴെ വീഴും. അതുപോലെ തന്നെ പോള് നാട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് പറയും, അങ്ങനെ നിങ്ങൾ രക്തം, വ്യഭിചാരം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുഖത കാണിച്ചാൽ മതിയാവും എന്നൊക്കെ പറഞ്ഞു വെക്കാണ്. എന്നിട്ട് ഇയാള് തന്നെ പോയിട്ട് ജെറുസലേം ടെമ്പിളിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അതായത് എല്ലാ പിന്നെ നേർച്ച കാഴ്ച അതുകളൊക്കെ ഇദ്ദേഹം തന്നെ അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നീ യഹൂദനാണ്, അതുകൊണ്ട് യഹൂദന്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം, അത് ചെയ്യുന്നില്ല എന്ന് നീ എല്ലാ നാട്ടുകാരും പറയുന്നു, അപ്പൊ അതല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത നിനക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഓടിച്ചാടിപ്പോയി ആ കാര്യങ്ങളൊക്കെ, നാസിർ വ്രതം എന്നൊക്കെ പറയുന്നത് ഈ യഹൂദർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നാസിർ വ്രതം കഴിഞ്ഞാല് അവസാനിപ്പിച്ചാല് അവിടെ ബലിയും കർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇയാൾ നേരെ പോയി ടെമ്പിളിലേക്ക്, അതായത് ഈ കൊലയാളിയുടെ അറവശാല എന്ന് പറയുന്ന ഈ യഹൂദന്റെ ടെമ്പിൾ തന്നെയാണ്. അപ്പൊ അവിടെ പോയി എല്ലാ ബലികർമ്മവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ത് എന്ത് എന്തൊരു എന്താ പറയണ്ടേ, അതായത് നാട്ടുകാരെ കൊണ്ട് പറയാണ് ഞാന് ഈ യഹൂദന്റെ നിയമങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ പോൾ മാത്രമല്ല, പത്രോസും അതുപോലെ ബർന്നബാസ് അതുപോലെ യാക്കോബ്, ഒരു വ്യക്തി പോലും ഈ പിന്നെ ഇവര് പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവര് യഹൂദന്മാരായി തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ നിയമം അനുസരിച്ച്, അവരുടെ എല്ലാം അനുസരിച്ച് അവര് യഹൂദന്മാരുടെ നിയമവും ഒക്കെ അനുസരിച്ച് പിന്നെയും വീണ്ടും ജീവിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബൈബിൾ വെച്ച് തന്നെ തെളിയിക്കാൻ സാധിക്കും. അപ്പൊ ഇവരൊക്കെ മണ്ടന്മാരാണ്, മണ്ണുണ്ണികളാണെന്നുള്ളതിന് വേറെ എന്തെങ്കിലും പറയണോ? ഇവര് മൂഢജാതികളാണെന്ന് റോമാപുസ്തകം 10:19 തന്നെ പറയുന്നു. ഇങ്ങനെ ചുമ്മാ ദത്തുമക്കളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവര് പിന്നെ ഒരു കൃത്രിമം കാണിച്ചുണ്ടാക്കിയ ഒരു പുസ്തകമാണ് പുതിയ നിയമ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അതായത് മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുക. അതായത് ഇദ്ദേഹം യേശു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ട് അങ്ങ് തല്ലിക്കൊന്നു, അപ്പൊ ഇനി നിങ്ങൾ ഇയാളെ ആരാധിക്കണം. അപ്പോ എന്തായാലും ഇവരുടെ ദൈവത്തെ നാട്ടുകാരെ ആരാധിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള വെറും ഗോത്രദൈവമായിട്ടുള്ള ഈ ഗോത്രത്തെ മാത്രം ആരാധിക്കുന്ന മ്ലേച്ഛ ദൈവമാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് മോശയല്ല, അബ്രഹാം തുടങ്ങി ഈ യേശു വരെയുള്ള ആ കാലഘട്ടത്തിൽ പോലും ഒരുപാട് നോക്കൂ, എത്ര വർഷം, 1000 വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് പോലും ഭൂമിയുടെ അതിർത്തികൾ വരെ ഇവർക്ക് ഈ മതം കൊണ്ടുചെന്ന് എത്തിക്കാനോ അല്ലെങ്കിൽ അനുസരിപ്പിക്കാനോ എല്ലാ രാജ്യങ്ങളെയും പിടിയിൽ ഒതുക്കാനോ സാധിച്ചിട്ടില്ലായിരുന്നു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന അവിടെ നിന്ന് ഇട്ടാവട്ടത്തിൽ നിന്ന് ചുറ്റിക്കറങ്ങുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഒരു ഉപാധി വേണമായിരുന്നു. അതായത് ഈ മതത്തിലേക്ക് നാട്ടുകാരെ
ദത്തുമക്കളാക്കി എടുക്കാൻ ഒരു ഉപാധി വേണം. അതായത് പുതിയൊരു ഐഡിയ അവർക്ക് വേണമായിരുന്നു. അതിന്റെ ഒരു ഐഡിയ, ആ ഒരു കാര്യമാണ് നമുക്ക് യേശുവിലൂടെ കാണുന്നത്. യേശുവിനെ എന്നിട്ട് പറയാണ്, അവര് ഒരു കഥ ഉണ്ടാക്കുകയാണ്. കഥ ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വംശാവലി പൊട്ടത്തെറ്റാണ്. 2 വംശാവലി ഉണ്ട്, അത് രണ്ടും പൊട്ടത്തെറ്റാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. വളരെ കൃത്രിമത്വം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മത്തായിയുടേതാണെങ്കിൽ കൂടിയും അതുപോലെ തന്നെ ലൂക്കിലാണെങ്കിൽ കൂടിയും വളരെ കൃത്രിമത്വം നിറഞ്ഞിട്ടുള്ള വംശാവലിയാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജനനകഥ, മത്തായി നടന്നു കഴിഞ്ഞാൽ ലൂക്ക് ഒരിക്കലും സംഭവിക്കില്ല, ലൂക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മത്തായി സംഭവിക്കില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോൾ അതിനെയും നമുക്ക് ഇതേപോലെ തന്നെ ഇവരുടെ നിയമം അനുസരിച്ച് തന്നെ സാക്ഷ്യം 2 3 വേണം. അങ്ങനെ 2 3 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാക്ഷ്യത്തിന് ഒരു സാധൂകരണം അവർക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യമില്ലായ്മ കൊണ്ട് തന്നെ യേശുവിന്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത് തള്ളിക്കളയാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനിയോ യേശുവിനെ കുറിക്കുന്ന പ്രവചനങ്ങൾ, പഴയ നിയമ പുസ്തകത്തിൽ യേശു വരുമെന്നും ഇങ്ങനെ ഒരു വ്യക്തി തല്ലിക്കൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചാവുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങൾ കിടപ്പുണ്ട്. യേശുവിനെ കുറിച്ച് അനേകം പ്രവചനങ്ങൾ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രവചനം നമുക്ക് കാണാനേ സാധിക്കില്ല. പക്ഷെ നേരെ മറിച്ച് 10-27ഓളം വാക്യങ്ങൾ ഇന്ന പ്രവാചകൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പ്രവാചകന്റെ പേരെടുത്ത് പറഞ്ഞിട്ടും പ്രവാചകൻ എന്ന് മാത്രം, ഇത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകാനാണ് സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് 10-27ഓളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ് പിന്നെ പഴയ നിയമത്തിൽ ഉള്ളത്. അതിന്റെ എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഷിബു പീഡിയക്കലുമായിട്ടുള്ള ആ ഒരു സംവാദം, ആ സംവാദത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, അതായത് യേശുവിനെ കുറിക്കുന്ന പ്രവചനങ്ങൾ ഇല്ല എന്നുള്ളതായിരുന്നു ഞാൻ പറയേണ്ടത്. ഞാൻ 3 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് ഒന്ന് പറയുന്നത് നസ്രായനായിട്ടുള്ള ഒരു നസ്രായൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് പിന്നെ യൂദായിൽ നിന്ന് നസ്രത്തിൽ പോയി പാർത്തു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്, മത്തായിലാണ്. അത് എവിടെയാണ്? അത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാക്കാനാണ് അവർ നസ്രത്തിൽ പോയി പാർത്തത് എന്നുള്ളതാണ്. അത് യേശു നസ്രായൻ എന്നറിയപ്പെടാൻ, അത് എവിടെയാണ്, ഏത് പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് അധ്യായം, ഏത് വാക്യം എന്ന് പറഞ്ഞ് അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരണം എന്ന് പറഞ്ഞായിരുന്നു. അത് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് പഴയ നിയമപുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ അത് വളരെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈജിപ്തിൽ നിന്നും എന്റെ പുത്രനെ വിളിച്ചു, ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്നുള്ളത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ജോസഫ് ജനിച്ച കുഞ്ഞിനെയും, അതായത് ജനിച്ച യേശുവിനെയും മറിയത്തെയും കൊണ്ട് നേരെ പിന്നെ ബത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് അത് എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ പുത്രനെ ഈജിപ്തിൽ നിന്നും വിളിച്ചു എന്നത് പൂർത്തിയാകാനാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും യേശുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമേ അല്ലായിരുന്നു. അത് അവിടെ ഇസ്രായേലിനെ ഞാൻ എന്റെ പുത്രനെ കുഞ്ഞായിരുന്നപ്പോൾ സ്നേഹിച്ചു. ഹോശേയാവിലുള്ള ഒരു 11-ാമത്തെ അധ്യായം തോന്നുന്നു, 1-ാമത്തെ വാക്യം തന്നെയാണ്. എനിക്ക് റെഫറൻസ് പെട്ടെന്ന് ഇപ്പൊ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഹോശേയാവിന്റെ പുസ്തകത്തിലാണ് അങ്ങനെ കിടപ്പുള്ളത്. അതായത് ഇസ്രായേലിനെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ സ്നേഹിച്ചു, ഞാൻ എന്റെ പുത്രനെ ഈജിപ്തിൽ നിന്നും വിളിച്ചു എന്നുള്ളതാണ്. അത് ഈ യേശുവിനെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരു പ്രവചനമേ അല്ലായിരുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ഒരു വാക്യം അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. അത് ഇസ്രായേലിനെ ഞാൻ എന്റെ മകനായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഫിഗറേറ്റീവ്ലി അവിടെ പിന്നെ പേഴ്സോണിഫിക്കേഷൻ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് എല്ലാ ഇസ്രായേൽക്കാരെയും മക്കളായിട്ടാണ് യഹോവ പറയുന്നത്. അത് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ റെഫറൻസ്. അപ്പോ ഇങ്ങനെ ഇരിക്കെ, പിന്നെ അത് മാത്രമല്ല, പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ജെറേമിയയിലുള്ള ഒരു പ്രവചനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മത്തായിയിൽ 27-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 24 27, ഓക്കെ അത് പോട്ടെ, എന്തായാലും സന്ദർഭം പറയാം. പിന്നെ നമ്മളുടെ യൂദാസ് ഒറ്റുകൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒറ്റുകൊടുത്ത് അവൻ 30 വെള്ളിക്കാശ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് യേശുവിനെ കുരിശിൽ തറച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ പശ്ചാത്താപം തോന്നി, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. അപ്പൊ ആ 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അയാൾ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ കെട്ടി ഞാന്ന് ചത്തു എന്നാണ് മത്തായി പറയണത്. പക്ഷെ അത് പുരോഹിതന്മാരെ എടുത്തില്ല. പിന്നെ വിദേശീയരെ സംസ്കരിക്കാനുള്ള കുശവന്റെ പറമ്പിനായി ആ കാശ് കൊടുത്തു എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ജെറേമിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചിട്ടാണ്, ജെറേമിയ പ്രവാചകന്റെ പ്രവചനം അനുസരിച്ചിട്ടാണ്
ഇങ്ങനെയൊന്നും നടന്നിരിക്കുന്നത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ 30 വെള്ളിക്കാശ് എന്നുള്ള ഒരു 30 എന്ന് പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. വെള്ളിക്കാശ് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം പോലും നമുക്ക് ജെറേമിയയിൽ കാണാനേ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഞാൻ ഇത് ചോദിച്ചായിരുന്നു, ജെറേമിയയിൽ എനിക്ക് ഇത് കാണിച്ചു തരിക. ജെറേമിയയിലാണല്ലോ പിന്നെ ജെറേമിയ പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകാനാണ് എന്നും പറഞ്ഞിട്ടാണല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജെറേമിയയിൽ നിങ്ങൾ ഈ വാക്യം കാണിച്ചു തരിക, ഇത് യേശുവിനെ പ്രതി അവിടെ പൂർത്തിയാകാനുള്ള ഒരു വാക്യമുണ്ട് എന്നുള്ളത് ജെറേമിയ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരിക. അതും പറ്റില്ല. കാരണം 30 എന്നുള്ള ഒരു വാക്ക് പോലും അവിടെ എഴുതിയിട്ടില്ല. പിന്നെയല്ലേ മറ്റുള്ള വെള്ളിക്കാശും ഇങ്ങനെ ഈ പ്രവചനങ്ങളും കൂടെ അവിടെ ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രവചനമേ ഇല്ല. അപ്പൊ തോന്നിയതുപോലെ ഇവര് ലൂക്ക്, മാർക്ക്, മത്തായി, യോഹന്നാൻ ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ കേറി യേശുവിനെ പിന്നെ യേശു എന്നുള്ള ഒരു ഇതിന് അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ ഇവരുടെ വിചാരം എന്താണ്? ഇതൊന്നും നമ്മൾ വായിച്ചു നോക്കില്ല എന്നോ, എന്താണോ എന്തോ ഇവര് അന്ന് എഴുതി കൂട്ടുമ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ഒന്നും വായിച്ചു നോക്കില്ല, വെരിഫൈ ചെയ്യില്ല, ഇവര് പറഞ്ഞത് നമ്മൾ അങ്ങനെ അപ്പടി വിഴുങ്ങും എന്നുള്ളതാണോ പിന്നെ നമ്മള് പിന്നെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പ്രവചനമില്ല. നോക്കൂ, ഇത് മൂന്ന് പ്രവചനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 10-27ഓളം പ്ലസ് അതിന് ആ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പിന്നെ പ്രവചനത്തിന്റെ കാര്യം തന്നെ നമുക്ക് പിടിക്കാം. പ്രവചനങ്ങള് ഒരുപാടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും യേശുവിന്റെ ഒരു പ്രവചനവുമേ അല്ല എന്നുള്ളതാണ്. യേശുവുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കോട്ടിമാട്ടി ഇങ്ങനെ യേശുവിനെ എന്തോ മഹത്വവൽക്കരിക്കാനും യേശു നാട്ടുകാർക്ക് വേണ്ടി ചാവാൻ വേണ്ടി വന്ന ആളാണെന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു ഉഡായിപ്പിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിന്നെ അടർത്തി മാറ്റി, സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി, വാക്യങ്ങളും വരികളും ഒക്കെ അടർത്തി മാറ്റിയിട്ട് ഒട്ടിച്ചുകൊണ്ട് ഒരു പിന്നെ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ മത്തായി, മാർക്ക്, ലൂക്ക്, യോഹന്നാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് പറയും പുതിയ നിയമമാണെന്ന് പറയും. നോക്കൂ, പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിയമം പോലും പുതുതായിട്ട് ഇവർക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അതും നമ്മളുടെ ഡിബേറ്റ് ഈ പിന്നെ ഷിബു പീഡിയക്കലുമായി തന്നെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഡിബേറ്റ് ആണ്. 2 ഡിബേറ്റ് ഷിബു പീഡിയക്കലുമായിട്ട് നമ്മൾ നടത്തി. ഒന്ന് പ്രവചനം, അതായത് പുതിയ നിയമത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ പുതിയ നിയമം മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ നിയമം അത് പഴയ നിയമത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുതിയ നിയമം നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ വിഷയം, ഷിബു പീഡിയക്കലുമായിട്ടുള്ള ആദ്യത്തെ സംവാദം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അദ്ദേഹം തന്നെ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നീടാണ് ഈ പ്രവചനത്തിന്റെ കാര്യം ഉണ്ടായത്. അതും ഇല്ല എന്നുള്ളത്. ഈ 3 കാര്യത്തിനും അദ്ദേഹത്തിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രവചനം ചൂണ്ടിക്കാണിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പൊ പിന്നെ യേശുവിന്റെ അടിസ്ഥാനമേ ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിനും അടിസ്ഥാനമില്ല. അതായത് വെറും കള്ളത്തരമായിട്ടുള്ള കാര്യം. പിന്നെയോ യേശു തന്നെ പിന്നെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പല പല കാര്യങ്ങൾ യേശു തന്നെ തെറ്റിക്കുന്നു. സ്വന്തം ശിഷ്യനായിട്ടുള്ള പത്രോസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോപ്പാണ്. ഈ തുണി ഉടുക്കാതെ ഓടി നടക്കുന്ന ഈ സംഭവം, ഈ മനുഷ്യനാണ് തുണി അലർജി, അതായത് വസ്ത്രങ്ങളോടുള്ള അലർജിയാണ്. അതുകൊണ്ട് അതും ഇവരുടെ സംഘത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഈ വസ്ത്രത്തിനോട് അലർജി ഉള്ളൂ കേട്ടോ. എന്തായാലും ഈ അലർജിക്കാരൻ പത്രോസിന്റെ അപ്പന്റെ പേര് യേശു മാറ്റി വിളിക്കുന്നത് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം. മത്തായില് പറയാണ്, നീ യോനയുടെ പുത്രനാണ്, ശിമിയോനെ അല്ലെങ്കിൽ പത്രോസെ നീ യോനയുടെ പുത്രനാണെന്ന് യേശു പറയാണ്. യോന എന്ന് പറഞ്ഞെന്ന ഹീബ്രുവില് 2 പ്രാവ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മറ്റേ ജോണിന്റെ, അതായത് യോഹന്നാന്റെ പുസ്തകത്തില് പത്രോസിനോട് പറയാണ്, പത്രോസെ പിന്നെ യോഹന്നാന്റെ പുത്രനായ പത്രോസെ നീ കേപ്പാപ്പാറ എന്ന് അറിയപ്പെടും എന്നുള്ളത് പറയുന്നു. സെയിം വാക്യമാണ്, പക്ഷെ രണ്ടും 2 അപ്പനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് പറയും യോഹന്നാൻ എന്നും യോന എന്നും ഏകദേശം ഒരു കടലും പോലെ ഒരു ബന്ധം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ അതിന്റെ റൂട്ട് രണ്ടും ഡിഫറെന്റ് ആണ്. അത് ഹിബ്രുവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യോന എന്ന് പറയുന്നത് പിന്നെ പ്രാവ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ യോഹന്നാൻ എന്ന് പറയുന്നത് ഗോഡ്സ് ഗ്രേസ് എന്നാണ് അതിനർത്ഥം. രണ്ടും ഡിഫറെന്റ് ആണ്. 2 റൂട്ട് രണ്ടും
വേറെ പറയാണ്. അപ്പൊ യേശുവിന് പോലും ഈ അമളി പറ്റുന്നു എന്ന് പറഞ്ഞെന്ന ഇത് ദൈവവചനമാണ് എന്നാണ് പറയുന്നത്. ബൈബിൾ ദൈവവചനം എന്നാണ്, ദൈവനിവേശിത ഗ്രന്ഥമാണ്, ദൈവം പറഞ്ഞു കൊടുത്തിട്ട് അത് പ്രചോദിതമായിട്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന എന്നൊക്കെയാണ് പറയണത്. പക്ഷെ യേശുവിന് പോലും അമളി പറ്റി. സ്വന്തം ശിഷ്യൻ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരിൽ ഒരുവനാണ് ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് പോലും അവന്റെ അപ്പനെ പോലും മാറ്റി വിളിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള, വളരെ പരിതാപകരമായിട്ടുള്ള കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും ഒരു എന്താ പറയണ്ടേ, ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. പിന്നെയോ ഈ 3 ദിവസം ഇവർ തള്ളിമറിച്ചുകൊണ്ട് നടക്കുന്ന ഈ 3 ദിവസം കഴിഞ്ഞ് പുനരുത്ഥാനം ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് അത് യേശുവിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമേ അല്ല. അത് എല്ലാ ഇസ്രായേൽക്കാരുടെയും വിശ്വാസമാണ്. 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേറ്റിരിക്കും എന്നുള്ളത് ഈ ഇസ്രായേൽക്കാരുടെ തന്നെ വിശ്വാസമാണ്. അത് എല്ലാ ഇസ്രായേൽക്കാരും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള പല പല കൃത്രിമങ്ങൾ കാണിക്കുന്നു. അപ്പോ അതുപോലെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് യേശു മാത്രമല്ല, അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് എല്ലാ ഇസ്രായേൽക്കാരും ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നു. ദൈവം എന്ന് യേശു മാത്രമല്ല വിളിക്കപ്പെടുന്നത്, എല്ലാ ഇസ്രായേൽക്കാരും ദൈവം എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് യേശു മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധർ എന്ന് എല്ലാ ഇസ്രായേൽക്കാരും വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയിരിക്കെ ഇത്രയധികം വൈരുദ്ധ്യങ്ങളും ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ കാണുക, എങ്ങനെയാണ് യേശു എന്ന് പറയുന്ന പ്രത്യേക വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മഹത്വം നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓക്കെ, ബെന്നി മുകളിലോട്ട് വന്നോളൂ.